അപ്പോൾ നമ്മൾ കാലത്തെ വിഷയത്തെ രണ്ടായി കണ്ടു. ഒന്ന് അന്തർയോഗം, രണ്ട് ബഹിർയോഗം. അന്തർയോഗം അന്തർബോധത്തോട് ചേരുക. അങ്ങനെ ചേരുമ്പോൾ സമാധിപൂർവകമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നതിനെ യുജ് സമാധൗ എന്ന തലത്തിൽ നമ്മൾ കണ്ടു. അത് സഹജവുമാണ് ജീവിക്ക്. അതിൻ്റെ ബോധതലം സംജാതമാക്കാവുന്ന മാനസിക വ്യാപാരങ്ങൾ, ആ ബോധതലത്തെ സംജാതമാക്കുന്ന വാക്കുകൾ, ആ ബോധതലത്തെ സംജാതമാക്കുന്ന കർമ്മങ്ങൾ, ഇത് നാം രാവിലെ പറഞ്ഞില്ല. ഇങ്ങനെ രാവിലെ പറഞ്ഞതിന് വേറൊരു ദിശയിൽ സഹജമായ സമാധ്യവസ്ഥയെ, സഹജമായ ആനന്ദത്തെ എപ്രകാരം നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ വാസനയാകുന്ന കറ അല്ലെങ്കിൽ പാപം കളയുമ്പോൾ തെളിഞ്ഞ് ആ ബോധത്തെ കാണിക്കുന്നുവോ, വൃത്തികളാകുന്ന പശുക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഇടയനെ കാണിക്കുന്നുവോ, ഇരുവൃത്തികൾ തന്നിടയ്ക്ക് മുറ്ററിവിൻ മട്ടിലിരിക്ക കാരണം മറയോരിടയത്തമങ്ങയിൽ പരികൽപ്പിച്ചത് യുക്തിയുക്തമാം എന്ന് ഭഗവത് ദർശനത്തിൽ വിദ്യാനന്ദ തീർത്ഥപാദർ പറയും. കവിത മനസ്സിലായോ എന്നറിയില്ല. രണ്ട് വൃത്തിക്കിടയിൽ നിൽക്കൊണ്ട് ഇടയൻ എന്നങ്ങയെ വിളിക്കുന്നു ആളുകൾ. ഇടയ്ക്ക് നിൽക്കുന്നവൻ. വൃത്തിയില്ലാതായാൽ ഇടയനെ മാത്രമായി കാണാം. മനോവൃത്തികളുടെ വേഗത കൂടുമ്പോൾ, കർമ്മകലാപങ്ങളിലെ ആവേഗം കൂടുമ്പോൾ ഇടയനെ നാം മറന്നുപോകുന്നു. ഇടയനെ മറക്കുമ്പോൾ ഭൗതികമായി നാം വളരെ നേടിയെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. മർത്യാകാരേണ ഗോപീവസന നിരകവർന്നോരു ദൈത്യാരിയെത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല. പക്ഷേ പൊൽത്താർ മാതാപിതാ തൻ കണവനെ വിടുവാൻ ആശ്രയിക്കുന്നു ദാസീവൃത്യ നിത്യം ഭവാനെ കനിവവളിരുതിക്കൊല്ല കാരുണ്യരാശേ എന്നൊരു നമ്പൂരിയുടെ കവിതയുണ്ട്. ഭൗതികങ്ങളായ കാര്യങ്ങളിലേക്ക് ബാഹ്യമായി ഇന്ദ്രിയവൃത്തികൾ പശുവിനെ തേടി പോകുന്നത് പോലെയോ പശുവിനെ പോലെ പോകുമ്പോൾ ചരഭക്ഷണയോ, പശു കഴിക്കുന്നതിനാണ് ചര എന്ന് പറയുന്നത്. ചരിക്കുക എന്ന് പറയും. ഗോചരം, പശു തിന്നുന്നതിനാണ് ചര് എന്ന പ്രയോഗം പറയുന്നത്. ഇന്ദ്രിയങ്ങൾ പശുവിനെ പോലെയാണ്. സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു. വിശേഷബുദ്ധിയില്ലാതെ തിന്നും. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന വിഷയലോകങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾ കടന്നു പോകുമ്പോൾ, നിരന്തരമായി പോകുമ്പോൾ ഇടയനെ മറന്നുപോകും. അങ്ങനെ വരുമ്പോൾ അന്തർയോഗം നഷ്ടപ്പെടും, ബഹിർയോഗം വർദ്ധിക്കും. ഈ ബഹിർയോഗത്തിൻ്റെ ഹേതു നാം കണ്ടു. സ്വരൂപം നാം ചർച്ച ചെയ്തു തുടങ്ങി. സ്വരൂപത്തിലെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബഹിരംഗ സാധനയായ കർമ്മകലാപങ്ങൾ അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്ന് മൂന്ന്. അതുപോലെ തന്നെ മാനസികം, വാചികം, ശാരീരികം എന്ന് മൂന്ന്.
അകർമ്മം, വികർമ്മം, കർമ്മം എന്ന് 3. ഇതിലെല്ലാം ഉപരി ഭൂത ഭവ്യ ഭവിഷ്യത്തുകളെ വർത്തമാനത്തിൽ അജ്ഞാനത്താൽ സന്നിവേശിപ്പിച്ച് കർമ്മത്തിൻ്റെ അനന്ത സ്വരൂപഭാവങ്ങൾ വേറെ. ഇത്രയും ചേർന്നതാണ് നമ്മുടെ ബാഹ്യലോകം. അതില് മായ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ഞാനാണെന്ന് ഭ്രമിച്ച് പോകുന്ന ജീവനെ അതേതു വിധത്തിൽ ഉള്ളതാണെന്ന വിചാരത്തോടുകൂടി നീങ്ങിയാലും തിരിച്ച് അന്തരംഗ സാധനയിലേക്ക് കൊണ്ടുവരുവാൻ ആവില്ല. അതുകൊണ്ടാണ് മതങ്ങളിൽ ഇനി ആശ വയ്ക്കണ്ട എന്ന് രാവിലെ പറഞ്ഞത്. അതുകൊണ്ടാണ് എണ്ണമറ്റ സാധനാലോകങ്ങളിൽ മാനസികവും വാചികവും കായികവുമായ കർമ്മരംഗത്തിൻ്റെ ശുദ്ധി വരുത്താതെ പ്രവേശിക്കേണ്ട എന്ന് രാവിലെ പറഞ്ഞത്. ആർക്കും ഏതു നിമിഷവും എപ്പോഴും കയറിച്ചെല്ലാവുന്ന ഒരു ലോകമല്ല ഇപ്പോൾ പറഞ്ഞ ഈ സാധനയുടെ ലോകം. ക്ലിഷ്ടം തന്നെയാണ്. പറയാൻ എളുപ്പമാണ്. ആത്മാ അനുഭവം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും അത് ക്ഷിപ്രസാധ്യമാണെന്നും അത് വിരൽത്തുമ്പിൽ ഇരിപ്പുണ്ടെന്നും അത് നിങ്ങളെ ഞാനൊന്ന് തൊട്ടാൽ മതി അങ്ങോട്ട് സന്നിവേശിക്കുമെന്നും അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രോമാഞ്ചം രോമമില്ലെങ്കിലും ഉണ്ടാകുമെന്നും ഒക്കെ പറയാൻ എളുപ്പമാണ്. കേൾക്കാനും നിങ്ങൾക്ക് സുഖമാണ്. നമ്മുടെ ബന്ധം കുറെ കൂടെ മൂക്കുമുറിയന്മാരുടെ നിലയിൽ ഗാഠമാകാനും നല്ലതാണ്. മനസ്സിലായില്ല? അത് പിടിയിട്ടില്ല. പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇപ്പോൾ ഈ ടെക്നിക്കിൻ്റെ കാലമായല്ല. കടുത്ത ടെക്നിക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടൊരു രാജ്യത്ത് അല്പം കുഴപ്പക്കാരനായ ഒരുത്തൻ ജീവിച്ചിരുന്നു. ജനങ്ങൾക്ക് ശല്യം മൂത്തു വന്നപ്പോൾ രാജാവ് ഇവനെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരടയാളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവനിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ച് ഇവൻ്റെ മൂക്ക് മുറിച്ച് കളഞ്ഞു. ഒരു 15 കൊല്ലം കഴിഞ്ഞ് ഇവൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു അപൂർവ സിദ്ധനായിട്ടാണ്. ഇപ്പോൾ ഇവന് മന്ത്രദീക്ഷയും ചടങ്ങുമൊക്കെ ഉണ്ട്. ഗംഭീര മന്ത്രദീക്ഷയാണ്. മന്ത്രദീക്ഷയിൽ വെച്ച് ഇവൻ്റെ ശിഷ്യന്മാർക്ക് ഇവൻ മൂക്ക് മുറിക്കും. മനസ്സിലായില്ല? ആളുകളിങ്ങനെ തള്ളാൻ തുടങ്ങി. അനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് പെട്ടെന്ന് ആളുകൾ എത്തുന്നു. ഇവൻ കാലിൻ്റെ വിരലിൽ നിന്ന് കാലിൻ്റെ വിരളിലേക്ക് ഒരിത് കെട്ടി ഒരു തുണി കൊണ്ട് ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും തലയൊക്കെ പുതപ്പിച്ച് അടുക്കലേക്കിരുത്തി ശിഷ്യൻ്റെ മൂക്ക് മുറിക്കുന്നതോടുകൂടി ചെവിയിൽ ഒരു മന്ത്രോപദേശം ചൊല്ലി. അപ്പോൾ ശിഷ്യൻ കരയുന്നതിന് പരം ഹാ ഹാ, എന്തൊരാനന്ദം, എന്തൊരു സൗഭാഗ്യം, എന്തൊരു വർണ്ണപ്രപഞ്ചം, എത്രയെത്ര ഗോളങ്ങൾ, എത്രയെത്ര തരംഗാവലികൾ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. അപ്പൊ ഇതോടുകൂടി ഒരു മൂക്ക് മുറിഞ്ഞവൻ അടുത്തവനെ വിളിച്ചുകൊണ്ടുവരികയായി. അങ്ങനെ ഗുരുക്കന്മാർ, ഉപഗുരുക്കന്മാർ, ഉപഗുരുക്കന്മാർ ഒക്കെ ആയിട്ട് ഇത് പരമ്പര ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയപ്പം ആളുകളിങ്ങനെ ഹാഹാ വെക്കാൻ തുടങ്ങി. ഭരണാധികാരിക്ക് പേടിയാകാൻ തുടങ്ങി.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതമാകെ മാറും. അപ്പം അദ്ദേഹവും ദീക്ഷ സ്വീകരിക്കാൻ ആലോചിച്ചു. ഇല്ലെങ്കിൽ തൻ്റെ നിലപാട് ആട്ടത്തിലാണ്. മന്ത്രി കുറച്ച് സമർത്ഥനായതുകൊണ്ട് പറഞ്ഞു, വരട്ടെ രാജൻ, ഞാനൊന്ന് നോക്കിയിട്ടാകാം. അപ്പം അദ്ദേഹം അവിടെ ചെന്ന് എല്ലാവരെയും വിളിച്ചു ചോദിച്ചു, നീ ഈശ്വരനെ കണ്ടോ? ഈ മന്ത്രം ഉറപ്പാണെന്നോ? യാതൊരു സംശയവുമില്ല. എല്ലാവരും കണ്ടവരാണ്. മന്ത്രിക്ക് ഒരു ചെറിയ ആട്ടം വന്നു. എന്നാലും അദ്ദേഹം രാജ്യരക്ഷയൊക്കെ കരുതി അവിടുത്തെ സർവ്വ സൈന്യാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നീ മന്ത്രദീക്ഷ എടുക്കുക. എന്നോട് പറഞ്ഞു, നീ ഇവിടുത്തെ സർവ്വസൈന്യാധിപനായിട്ടല്ല മന്ത്രദീക്ഷ എടുക്കുന്നത്, ഒരു സാധാ പൗരനായിട്ട്. നിന്നെ ഇപ്പോൾ പിരിച്ചുവിടുക പട്ടാളത്തിൽ. പിരിച്ചുവിട്ടു എന്നുള്ളത് ഞങ്ങൾ വിളംബരം ചെയ്യും. നീ അതിൻ്റെ ദുഃഖവുമായി വേണം ഗുരുവിനെ സമീപിക്കാൻ. നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കഴിവിൽ അദ്ദേഹത്തിന് അഭിമാനം തോന്നുമ്പോൾ നിനക്ക് മന്ത്രദീക്ഷ തരാൻ തയ്യാറാവും. തരുമ്പോൾ ശരിക്കും നീ ഈശ്വരനെ കാണുകയാണെങ്കിൽ എന്നെ ഈ അടയാളം കാണിക്കണം. ശരിക്കും നീ ഈശ്വരനെ കാണുന്നില്ലെങ്കിൽ ഈ അടയാളം കാണിക്കണം. പട്ടാളങ്ങളോട് സുസജ്ജമായി നിൽക്കാൻ പറയണം. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ പോലൊക്കെ പോയി അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ മൂക്ക് മുറിഞ്ഞു പോയാൽ കുഴപ്പമില്ല, മുറിയുന്ന മൂക്ക് അയാൾ കളയാൻ അനുവാദം കൊടുക്കരുത്, ഇടത്ത് കൈ കൊണ്ട് അത് എടുത്തോണം. ഒരു പ്ലാസ്റ്റിക് സർജനെ ഞാൻ ചട്ടം കെട്ടിയിട്ടുണ്ട്, ഒരു കോസ്മെറ്റിക് സർജനെ. നിന്റെ മൂക്ക് ഉടനെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതാണ്. മന്ത്രി വളരെ വിരുദ്ധനാണ്. ഇയാളവിടെ ചെന്നു, വലിയ സന്തോഷമായി. പുതിയൊരാൾ വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടിയ ആളുകൾ വരുമ്പോൾ ഉപദേശത്തിൻ്റെ തീവ്രത കൂടും. ഉപദേശം കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനൊരു മണ്ണാങ്കട്ടയും കണ്ടില്ല. പിന്നെയാണ് കളി. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്തൊക്കെ മന്ത്രി പിന്നെ ചെയ്തു കാണും, എന്തൊക്കെ നടന്നു കാണും, അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുന്നു. പലപ്പോഴും അന്ധകരണത്തിന്റെ ശുദ്ധിയില്ലാതെ ഇന്നലെ വരെ ചെയ്ത കർമ്മകലാപങ്ങളൊന്നും നിർത്താതെ ഹിംസയുടെയും സ്തേയത്തിൻ്റെയും നാഴികക്കല്ലുകളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ആധ്യാത്മികത അനായാസമായി കിട്ടുന്ന ഒന്നാണെങ്കിൽ പൂർവന്മാരായ ഋഷിമാർ മണ്ടന്മാരും വിവരദോഷികളുമാണ്. മനസ്സിലായില്ല. പാതഞ്ജല നിർദ്ദിഷ്ടമായ യോഗത്തെ യമവും നിയമവും ആസനയവും പ്രാണായാമവും പ്രത്യാഹാരവും ധാരണയും ധ്യാനവും സമാധിയും കൊണ്ട് നേടുന്ന വിശദമായ യോഗനിഷ്ഠയെ ഒരു നൊടി ഇടകൊണ്ട് വിരൽത്തുമ്പിൽ നിന്ന് നിങ്ങൾക്ക് സമാധിയാക്കിത്തരാൻ കഴിയുമായിരുന്നു എങ്കിൽ സത്യയുഗത്തോട് ചേർന്ന് ജീവിച്ച സത്യദ്രഷ്ടാക്കളായ ഋഷിമാർ തപസ്സും സ്വാധ്യായവും ശുദ്ധമായ ജീവിതചര്യയും കൊണ്ട് കണ്ടെത്തിയ ഈ ശാസ്ത്രങ്ങളെല്ലാം അപ്രധാനങ്ങളും എൻ്റെ വിരൽത്തുമ്പ് എല്ലാ നീചവാസനകളോടും കൂടി ആധ്യാത്മികതയെ പുൽകുന്നതുമാണ് എന്ന് വന്നാൽ അത് താരതമ്യം ചെയ്ത് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവരായി നിങ്ങളും ഞാനും മാറിയെന്നല്ലാതെ അത് സത്യമാണെന്ന് അർത്ഥമാകുന്നില്ല. തുടരാം. എനിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞു. ആ നിലയിൽ ആലോചിക്കാം. അതുകൊണ്ട് ബഹിരംഗ സാധനയുടെ ലോകങ്ങൾ രണ്ടായി പിരിയുന്നു എന്ന് ആദ്യം അറിയണം.
പിന്നെ അവയുടെ അവാന്തര വിഭാഗങ്ങൾ അനന്തവിഭൂതിയിൽ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ വർത്തമാനത്തിൽ ചേർത്തു വയ്ക്കുന്നു എന്നറിയണം. ഇതൊക്കെ പ്രാഥമികമാണ് ഈ സാധനയിലൂടെ പോകാൻ. ഇതൊക്കെ പ്രകൃത്യ വന്ന് ഭവിച്ചു എങ്കിൽ പിന്നെ എളുപ്പവുമാണ്. അല്ലാതെ സ്ഥിരമായും സുഖമായും ഒരുവൻ ഇരിക്കുന്നത് മനസ്സിലാണെന്ന് തിരിച്ചറിയാതെ അസ്വസ്ഥമായി ശീർഷാസനത്തിൽ നിന്ന് അറിയുമെന്ന് ധരിച്ചാൽ മനസ്സിലായില്ല. എത്ര കാലം ഞാൻ പ്രാക്ടീസ് ചെയ്താലും സ്വച്ഛന്തമായി എനിക്കിരിക്കുന്നത് പോലെയോ സ്വച്ഛന്തമായി നിൽക്കുന്നത് പോലെയോ എൻ്റെ സാധന എൻ്റെ തല കുത്തി കാല് മുകളിലേക്കാക്കി നിർത്തി എനിക്ക് കഞ്ഞി കുടിക്കാനും കാപ്പി കുടിക്കാനും സ്വച്ഛന്തമായി വർത്തമാനം പറയാനും ഒന്നും പറ്റില്ലെന്നറിയേ അതൊരാസനമല്ലെന്ന് സാമാന്യ ബുദ്ധിയ പാദഞ്ചലം കൊണ്ട് തന്നെ ബോധ്യപ്പെടേണ്ടതാണ്. ചികിത്സാശാസ്ത്രത്തിലെ നാഡികളെയും മറ്റുള്ളവയെയും ഉത്തേജിപ്പിക്കുന്നതിനോ അവയിലുണ്ടാകുന്ന ചില വൈകല്യങ്ങളെ മാറ്റുന്നതിനോ ഒരു പോസ്ചർ എന്ന നിലയിൽ അതിൻ്റെ ഉപയോഗത്തെ ഞാൻ മറക്കുന്നില്ല. മനസ്സിലായില്ല, പിടിയിട്ടില്ല. പതഞ്ജലി പറയുക സ്ഥിരസുഖമാസനമെന്നാണ്. എത്ര കാലം ശ്രമിച്ചാലാണ് കാല് നേരെയായിട്ട് നിങ്ങളൊന്ന് നിൽക്കുക, തല കീഴെയായിട്ട്? ശരിയല്ല. ആദ്യം വല്ല ഭിത്തിയുടെ മൂലയ്ക്കും മറിഞ്ഞു വീഴാതെ നിന്ന് നോക്കി, ഇല്ലേ ആരെങ്കിലും പിടിച്ചു നിർത്തി നോക്കി. ശരിയല്ല. അതിനിടയ്ക്ക് ഉടുത്ത മുണ്ടുരിയുന്നതിന് വേദന തോന്നി. ശരിയല്ല. മുണ്ട് മാടിക്കെട്ടിയൊക്കെ ചിലപ്പോൾ കയറി നിൽക്കും. അപ്പോൾ ഇത് ഊർന്ന് പോരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പിന്നെയാണ് ഇങ്ങനെ നിന്നുകൊണ്ട് പറ്റുകയില്ലെന്ന് വിചാരിച്ച് ട്രൗസറോ അതുമല്ലെങ്കിൽ ലങ്കോട്ടിയോ ഒക്കെ ആകാമെന്ന് തീരുമാനിക്കുന്നത്. ശരിയല്ല. ഒന്നുമല്ല. അങ്ങനെ ഒന്ന് നിന്ന് രണ്ട് ഭിത്തിക്ക് ഇടയിൽ കാലൊക്കെ ഒന്ന് വെച്ച് അവസാനം ഇപ്പം കഷ്ടിച്ച് നിൽക്കാറായി എന്നേ ഉള്ളൂ. ഇപ്പം നിൽക്കാറായാലും ഒരാൾ കാപ്പിയും കൊണ്ടുവന്നാൽ മനസ്സിലായില്ല, സ്ഥിരവും സുഖവുമല്ല. ആസനം സ്ഥിരസുഖമാണ്. നിർവചനത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ആസന പ്രക്രിയകളിൽ പ്രയോജനമില്ല എന്ന് ഞാൻ പറഞ്ഞുവെന്ന് അർത്ഥമാക്കുന്ന ചിലരുണ്ടാവും. അല്ല, ആധ്യാത്മിക തലങ്ങളിലേക്കുള്ള സമാധി പരിശീലനത്തിലേക്കുള്ള ആസന വിഭാഗങ്ങളിൽ ഇവ പര്യാപ്തമല്ലെന്ന് മാത്രമാണ് പറഞ്ഞത്. ചില രോഗങ്ങളെ ചികിത്സിക്കുമ്പോഴോ ചില നാഡികളെ ശുദ്ധീകരിക്കുമ്പോഴോ ചില അവസ്ഥകളെ നേരെയാക്കുമ്പോഴോ ഈ പോസ്ചറുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് മറക്കണ്ട. പക്ഷെ അത് ആധ്യാത്മികതയിലല്ല. മനസ്സിലായില്ല. രണ്ടും തമ്മിലുള്ള ഭേദം തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് സ്ഥിരമായും സുഖമായും ഒരിടത്തിരിക്കാൻ എപ്പോഴാണ് സ്ഥിരമായി ഒരിടത്തിരിക്കാൻ പറ്റുന്നത്? കസേരയിലിരുന്നാൽ സ്ഥിരമായിരിക്കുമോ? തറയിൽ പാവിരിച്ചാൽ സ്ഥിരമായിരിക്കുമോ? കട്ടിലേ കയറിയിരുന്നാൽ സ്ഥിരമായിരിക്കുമോ? തറയിലിരുന്നാൽ സ്ഥിരമായിരിക്കുമോ? എപ്പോഴാണ് സ്ഥിരമായിരിക്കുക? പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവൻ കുത്തിയിരുന്നാലും കുന്തക്കാലിലിരുന്നാലും അങ്ങനെ പറയുമെന്ന് തോന്നുന്നു. ഇല്ല. കുന്തിച്ചിരിക്കുക കേട്ടിട്ടില്ല. അങ്ങനെ ഇരുന്നാലും സാക്ഷാൽ അയ്യപ്പൻ ഇരിക്കുന്നില്ലേ ശബരിമല? ഒരു ഉറച്ചതല്ലാത്ത ഇരിപ്പ്. നിങ്ങളും അങ്ങനെ ഇരിക്കാറുണ്ടല്ലോ ദിവസവും. സ്ഥലം വേറെയാണെന്നുള്ളതേ ഉള്ളൂ. അല്ല, ശരിയല്ല. ഞാൻ മറന്നുപോയി. ഇപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കാറില്ല. കാരണം യൂറോപ്യനാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ഇരിപ്പിലെല്ലാം
ശാന്തമായി ഇരിക്കാറുണ്ടോ? ചോദ്യം മനസ്സിലായില്ല. സ്വസ്ഥമായി ഇരിക്കാറുണ്ടോ? സുഖമായിരിക്കാറുണ്ടോ? സ്ഥിരമായിരിക്കാൻ പറ്റാറുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു കസേരയിൽ ഇരുന്നാൽ സ്ഥിരമായി അവിടെ തീരുന്നവരെ എങ്ങനെ ഇരിക്കാൻ പറ്റുക? ശാന്തമായി ഇരിക്കാൻ പറ്റുക? ഇരിക്കാൻ പറ്റാത്ത ഘടകം ഇരിക്കുന്ന കസേരയാണോ, ഷീറ്റാണോ, പലകയാണോ, പായാണോ? നിങ്ങളുടെ മനസ്സാണോ? മനസ്സ് മാത്രമാണോ? മാത്രമാണ്. അപ്പോൾ എവിടെയാണ് സ്ഥിരത, സുഖം? അതൊരു മാനസിക അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കർമ്മകലാപങ്ങൾ മനസ്സിൽ വന്ന കാമത്തിൻ്റെ ആന്തോളനങ്ങളാണെങ്കിൽ ഇല്ലാതെ ഒരു കർമ്മവും സംഭവിക്കുന്നില്ലെങ്കിൽ കർമ്മവേള ഏതു വ്യക്തിയിലും സൗഖ്യത്തിൽ നിന്ന്, ആനന്ദത്തിൽ നിന്ന്, സമാധിയിൽ നിന്ന് ഉള്ള പതനം തന്നെയാണ്. മനസ്സിലായാൽ എനിക്ക് അടുത്ത ഭാഗമാകാമെന്ന് വിചാരിച്ച. ഏത് കർമ്മം ഞാൻ ചെയ്യാൻ പോയാലും, എൻ്റെ പേരെന്തു ആയിക്കോട്ടെ, പശുവിനെ തീറ്റാൻ, കാളയെ തീറ്റാൻ, വെള്ളം കൊടുക്കാൻ, പറമ്പിൽ കളയ്ക്കാൻ, പഠിപ്പിക്കാൻ, മന്ത്രിയാകാൻ, MLA ആകാൻ, MP ആകാൻ, കർമ്മകലാപങ്ങളുടെ ഏത് മേഖലയിലേക്ക് ഞാൻ വഴുതി മാറുമ്പോഴും ആ കർമ്മത്തിന് എൻ്റെ കരണേന്ദ്രിയ കളയബരങ്ങളെ ചേർത്ത് നിർത്തുന്നത് അറിവിനേക്കാളേറെ എൻ്റെ കാമമാണ്, എൻ്റെ ആഗ്രഹമാണ് എന്നെ ആ കർമ്മത്തിലൂടെ നയിക്കുന്നത്. ആവശ്യം എന്ന പദം പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. 90% എൻ്റെ കർമ്മങ്ങളും എൻ്റെ ജീവിത നിർവഹണത്തിൻ്റെ ആവശ്യങ്ങളുടെ പട്ടികയിൽ ഒന്നും പെടാത്തതാണ്. ആവശ്യത്തെ സാധുവാക്കുന്നത് അകാമമാണ്. ആവശ്യത്തെ സാധുവാക്കുന്നതും അവിടെ കർമ്മം ഞാൻ ചെയ്യുന്നു എന്ന് അറിയാതിരിക്കുന്നതും അവിടെ കർമ്മത്തിൻ്റെ ഫലം പ്രകൃതിക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതും അറിവാണ്. ലോകത്തെ എല്ലാ ജനങ്ങളും അവർക്ക് അറിവില്ലാത്ത എന്ന് ശാസ്ത്രീയമായി ഇന്ന് പറയുന്ന സങ്കേതങ്ങളിൽ ജീവിക്കുമ്പോൾ അവരെ നേരിടുന്ന ആവശ്യങ്ങൾക്ക് അപ്പോഴപ്പോൾ പ്രകൃതിജമായ പരിഹാരം അവരുണ്ടാക്കിയതത്രയും ആനന്ദപ്രദമാണ്. ആ പരിഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ സാങ്കേതികങ്ങളായ അറിവിൻ്റെ സംഭ്രമജനകങ്ങളായ വഴികൾ പര്യാപ്തമല്ല. ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ അപകടത്തിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഉദാഹരണവും വേണമെങ്കിലാവാം. മനസ്സിലായെങ്കിൽ ഉദാഹരണം പറയിപ്പിക്കരുത്. മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം ചോദിക്കാം. മനസ്സിലായി? നിങ്ങളുടെ നാട്ടിലെ MBBSും MDയും MRCPMും DM ഉള്ള ഒരു ഡോക്ടറെ
ഇന്ത്യയിലെ ഏതെങ്കിലും അവികസിതമായ ഗ്രാമത്തിൽ വണ്ടികൾ ചെല്ലാൻ റോഡുകളില്ലാത്ത, മെഡിക്കൽ റെപ്പും ഫാർമസികളും തുറന്നിട്ടില്ലാത്ത, ആശുപത്രി കെട്ടിടങ്ങളും മറ്റുള്ളതും ഇല്ലാത്ത, തികച്ചും അവികസിതമായ ഒരു ഗ്രാമത്തിൽ 1000-ഓ 2000-ഓ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിൽ അയാളുടെ അറിവുകളും വെച്ച് അയാൾ എത്തി അവിടെ നിൽക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾക്ക് ഏതെങ്കിലും രോഗമുണ്ടായാൽ അത് കണ്ടുപിടിക്കാൻ, അതിന് ചികിത്സ നിർദ്ദേശിക്കാൻ, അതിനുള്ള മരുന്ന് എടുത്തു കൊടുക്കാൻ പറ്റാതെ അയാൾ വിഷമിക്കുക മാത്രമാണ് ചെയ്യുക. ഇസ് ഇറ്റ് റൈറ്റ്? ശരിയല്ല. അയാൾ ചൂടാവും. ഇവിടെയെങ്ങും ഒരു ആശുപത്രി ഇല്ലേ? ഇവിടെയെങ്ങും ഒരു ഫാർമസി ഇല്ലേ? ഇവിടെയൊന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ലേ? ശരിയല്ല. ഇവിടെ എവിടെയാണ് ഇതിനുള്ള ഉപകരണങ്ങൾ കിട്ടുക? മറിച്ച് ആ നാട്ടിൽ വർഷങ്ങളായി ജീവിതം തുടരുന്നുണ്ട്. ആ ഗ്രാമത്തിൽ രോഗങ്ങൾ ഉണ്ടായി മറയുന്നുണ്ട്. അവിടെ ആളുകൾ ജീവിക്കുന്നുമുണ്ട്, മരിക്കുന്നുമുണ്ട്. ഇയാൾ വസിക്കുന്ന സ്ഥലങ്ങളിലെ പോലെ തന്നെ. ആശുപത്രി ഇല്ലാത്ത ആ ഗ്രാമത്തിൽ സ്ത്രീകൾ പ്രസവിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ വളരുന്നുണ്ട്. അവരുടെ പനിയും തലവേദനയും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആവശ്യം ഹേതുവായി അവിടുത്തെ നാട്ടുകാരായ ആളുകളിൽ മിക്കവാറും എല്ലാ പേർക്കും ആവശ്യഘട്ടത്തിൽ അന്തർദൃഷ്ടിയിൽ നിന്ന് ഔഷധങ്ങൾ പ്രയോഗിക്കാൻ അറിയുകയും ചെയ്യും. ജീവസന്ധാരണത്തിൻ്റെ ആവശ്യ മേഖലകളിൽ ഒന്നുപോലും ആധുനികമായ അറിവിൻ്റെ സങ്കേതം കൊണ്ട് അതില്ലാതിരുന്ന സ്ഥലങ്ങളെക്കാൾ മെച്ചമായ നിലയിൽ പുഷ്കലമാകുന്നില്ല. അനാവശ്യങ്ങളായ കാമനകളുടെയും വക്കാണങ്ങളുടെയും വഴക്കുകളുടെയും വളർച്ചയെ വികാസവും പരിണാമവുമായി കാണാമെങ്കിൽ ആ ഗ്രാമത്തിലെ ചേരുവയിൽ ആളുകൾ താമസിക്കുമ്പോൾ പോലീസ് ഒരവശ്യ ഘടകമാകുന്നില്ല. കോടതി അവർക്ക് അത്യാവശ്യം വേണ്ടതാകുന്നില്ല. ബാങ്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരവശ്യ സാധനമായി എത്തുന്നില്ല. അതുകൊണ്ട് അവർ അപരിഷ്കൃതരായിരിക്കുന്നു നിങ്ങളുടെ ദൃഷ്ടിയിൽ. ഇവയെല്ലാം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്വസ്ഥതകൾ ഇല്ലാതാകുന്നു. അവയെ നിങ്ങൾ പരിഷ്കാരമെന്നും വികാസമെന്നും നാമകരണം ചെയ്യുന്നു. അത് നിങ്ങളുടെ അന്തർദൃഷ്ടിയെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ കർമ്മത്തെ കാമതപ്തമാക്കുന്നു. ആ കാമനയിൽ ഉളവാകുന്നിടത്തോളം നിങ്ങൾ ഇടയനെ മറക്കുന്നു. അത് നിങ്ങളെ ആധ്യാത്മികതയിൽ നിന്ന് അകറ്റുന്നു. സാമാന്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. മസ്തിഷ്കത്തിന് സാമാന്യം പണിയായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയല്ല? ശരിയല്ല? തുടങ്ങിയോ? പുരോഗതിയുടെ അളവുകോൽ ഏത് ദിശയിൽ കാണണം? ബഹിരംഗ ദൃഷ്ടിയിൽ കാണണമോ അന്തരംഗ ദൃഷ്ടിയിൽ കാണണമോ?
അന്തരംഗ ദൃഷ്ടിയിലാണെങ്കിൽ കർമ്മത്തെ സാധൂകരിക്കുന്നത് അത്രയും കാമമാണ്. സജീവമായി സംപ്രേഷണം ചെയ്ത കാമം പൂർവവാസനകളിൽ നിന്ന് ഉത്ഭുല്ലവും വർത്തമാന കർമ്മ കലാപത്തിന് ജീവനും ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവന്ന് പ്രതീക്ഷയുടെ അങ്കുരങ്ങൾ തരുന്നതുമാണ്. ആശ, പ്രതീക്ഷ ഇവ സംഗതത്തോട് യോജിക്കുന്നത് പലപ്പോഴും കാമത്തിൽ നിന്നല്ല, യാദൃച്ഛികതയിൽ നിന്നുമാണ്. ആശ, പ്രതീക്ഷ, സംഗതം മൂന്നാണ്. ആശ ഇല്ലാത്ത ഒന്നിലുള്ള കാമമാണ്. പ്രതീക്ഷ ഉണ്ട് എന്ന് തോന്നിയ ഒന്നിനെ കാത്തിരിക്കലാണ്. സംഗതം കയ്യിൽ വന്നതാണ്. കർമ്മത്തിൻ്റെ ഈ 3 ദിശകൾ, ഭൂതം, ഭാവി, വർത്തമാനം, ഇവ 3 വർത്തമാനമെന്ന ഏകമായ ഒന്നിലാ കളിക്കുന്നത്. ഭൂതത്തിൽ സംജാതമായ കാമത്തിന് വർത്തമാനത്തെ ചെലവഴിച്ച് ഭാവിയിലുണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫലത്തിൽ ഉത്സുകനായിട്ടാണ് എല്ലാവരും പ്രായേണ കർമ്മം ചെയ്യുന്നത്. ശരിയാണ്. സത്യത്തിലില്ലാത്തൊരു ഭാവിയെ വർത്തമാനത്തിൽ നീതമാക്കി കർമ്മത്തെ ചെയ്യുമ്പോൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളാകുന്ന വിഭൂതികളെ 3നെയും ഈ കാലപ്രക്രിയയിൽ തളച്ചിടുമ്പോൾ ഞാൻ ഇന്ന് കർമ്മത്തെ ചെയ്യുന്നു, നാളെ അത് ഇന്ന ഫലത്തെ തരും, ഈ കർമ്മം കഴിഞ്ഞ് നാളെ എൻ്റെ വർത്തമാനമാകുമ്പോൾ ഫലം വേറൊന്നായാൽ പോലും മറന്ന് അതിനടുത്ത നാളേക്ക് വേറൊരു ഫലത്തെ പ്രതീക്ഷിച്ച് അപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ വിഷമമില്ലാതെ ഞാൻ എന്നും ഭാവിയിൽ പ്രതീക്ഷയും വർത്തമാനത്തിൽ കർമ്മവുമായി അജ്ഞനായി നീങ്ങും. എപ്പോഴെങ്കിലും കർമ്മമില്ലാതെ വരികയും പ്രതീക്ഷിച്ച ഫലത്തിൽ മനസ്സും ശരീരവും നിലകൊള്ളുകയും ചെയ്താൽ ഞാൻ അസ്വസ്ഥചിത്തനുമാവും. ശരിയാണ്. ലോകം പ്രായേണ ഇന്നൊരു കർമ്മം ചെയ്യുന്നു, നാളെ ഒരെണ്ണം കിട്ടാൻ. അതൊരു പകുതിക്ക് വെച്ച് നിർത്തി വേറൊരു പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ആട് വളർത്തലിന് പോകുന്നു, കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് പകുതി വഴി എത്തുമ്പോഴേക്ക് തേക്കിലാകുന്നു, തേക്കിലേക്ക് പോകുന്നു, തേക്ക് പകുതിയാകുന്നതിന് മുമ്പ് മാഞ്ചിയത്തിലേക്ക് വീഴുന്നു. ഇല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ? അല്ല. മകളുടെ പഠിപ്പും അവളുടെ കല്യാണവുമൊക്കെ ഒരു കർമ്മമായി പ്രതീക്ഷിക്കുന്നു. അതൊരുമാതിരി രൂപപ്പെടുത്തുന്നതിന് ഓടുന്നതിനിടയിൽ മകൻ്റെ കാര്യം വരുന്നു. മകൻ്റെ കാര്യത്തിനിടയിലാണ് ഓർത്തത്, അപ്പുറത്ത് വീടിൻ്റെ കാര്യം വരുന്നു. ഇങ്ങനെയുള്ള കർമ്മകലാപങ്ങളിൽ ഒന്നൊഴിയാതെ ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ
ലോക്കൽ കമ്മിറ്റിയിൽ ഒരു സ്ഥാനം കിട്ടാൻ മത്സരിക്കുന്നതിനിടയിൽ അത് വേറൊരുത്തന് കൊടുക്കുമ്പോൾ അപ്പുറത്ത് രാജ്യസഭയിലേക്ക് കിട്ടുമെന്ന്, അത് വേറൊരുത്തനായിത്തീരുമ്പോൾ ഇപ്പുറത്ത് കയറിപ്പറ്റാവുന്ന ഒക്കെ നിശബ്ദതയിൽ പ്രതീക്ഷകൾ ഉള്ളിടത്തോളം കാലം അച്ചടക്കമുള്ള പ്രവർത്തകനായി നീങ്ങുകയും ഒരു പ്രതീക്ഷയും ഇല്ലാതാകുമ്പോൾ മനസ്സിലായില്ല, ശരിയല്ല. ഇതെങ്കിലും ശങ്കരാചാര്യർ പറഞ്ഞത് പണ്ഡിതനും പശുവും തുല്യമാണെന്നാണ്. പശുവിനെ പുല്ല് കാണിച്ചാൽ അതിങ്ങനെ പുറകെ പൊക്കോളും. ഈ എറണാകുളത്തുനിന്ന് ഈ കാളവണ്ടി തൊടുപുഴ എത്തുന്നത് വളരെ വേഗത്തിലാണ്. പണ്ട് കാലത്ത് വണ്ടിയിൽ നിറച്ച് തുണി ഉണ്ടാവും, നിരനിരയായിട്ട് കാളവണ്ടി ഉണ്ടാവും. വണ്ടിക്കാരൻ കിടന്നുറങ്ങും. കാള തളരാതെ രാത്രി മുഴുവൻ ഓടിക്കും. കാരണം ഇതിൻ്റെ നാവിന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അകലത്തിൽ ഒരു കെട്ട് നല്ല നേപ്പിയർ പുല്ല് കെട്ടി വെച്ചിട്ടുണ്ടോ. ഇത് ഓടുമ്പോൾ ഈ പുല്ലും ഓടുന്നുണ്ടെന്നുള്ള വിവരം പാവത്തിന് അറിയാത്തിടത്തോളം ഇത് ഓടിക്കോളും. എറണാകുളത്ത് നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വണ്ടിയൊന്നും കണ്ടിട്ടില്ല. വണ്ടി കാളവണ്ടിയേ ഉള്ളൂ. നിരനിരയായിട്ടിങ്ങനെ റാന്തലും കത്തിച്ചിട്ട് വണ്ടിയിലായി തുണിയൊക്കെ കൊണ്ടുപോകുന്നത്. തൊടുപുഴക്കാരും കണ്ടിട്ടില്ല. ഒരു 25 കൊല്ലം അത്രയൊക്കെ ഉള്ളൂ. 50 ആയിട്ടില്ല. കാളവണ്ടിയൊക്കെ വന്നിട്ട് കുറച്ചേ ഉള്ളൂ. ആ ഇത് തുണിക്കെട്ട് ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകുന്നതാണ്. തുണി മാത്രമല്ല, ഈ പ്രൊവിഷൻ സാധനങ്ങൾ ഒക്കെ കാളവണ്ടിയിലായിരുന്നു. അരി അതും ഇങ്ങനെ തന്നെയാണ്. അതിങ്ങനെ കൃത്യമായിട്ട് വെച്ച് കെട്ടിട്ടുണ്ട്. ഇവനിങ്ങനെ നാക്ക് നീട്ടി ഇതിനെ പിടിക്കാൻ മത്സരിച്ചാണ് ഓടുന്ന കാള. ഇപ്പം നാക്ക് നീട്ടി ഞാൻ ഈ പുല്ല് തിന്നുമെന്നും പറഞ്ഞ അവൻ ഓടുന്നു. പാവ ഓടി ഇവിടെ എത്തുക എന്നല്ലാതെ അതിലൊരു രസമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഈ പുല്ല് അവന് തിന്നാൻ കൊടുക്കില്ല. ഇതിനെ അഴിച്ച് ആദ്യം ഈ പുല്ല് അവിടെ നിന്ന് മാറ്റി വെച്ച് ഇതിനെ അഴിച്ച് അപ്പുറത്തേക്ക് മാറ്റി കുറെ കച്ചി ഇട്ട് കൊടുക്കും. കാരണം ഇത് ഒരിക്കൽ തിന്നാൽ ഇവൻ പിന്നെ ഓടൂല. മനസ്സിലായില്ല? കാളയാണെങ്കിലും അതിന് വിവരമുണ്ട്. ഈ പുല്ല് ഇത്രയേ ഉള്ളൂ മണ്ണാൻ കെട്ടാൻ തീരുമാനിച്ചാൽ ഇവൻ പിന്നെ ഓടൂല, നമ്മളോടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാളയാണെങ്കിലും അവന് വിവരമുണ്ട്. വണ്ടിക്കാരൻ അതുകൊണ്ട് ആ കെട്ടാദ്യം ഇവനെ അവിടുന്ന് അഴിക്കുന്നതിന് മുമ്പ് ആ കെട്ടെടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് കുറെ കച്ചി വലിച്ചിട്ട് കൊടുക്കും. ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ആത്മീയവും ഭൗതികവുമായ കർമ്മലോകങ്ങളിൽ ഈ വണ്ടിക്കാളകളെല്ലാം വണ്ടി വലിക്കുന്നത്. പോരുന്ന വഴിക്ക് ഇറക്കി എഴുന്നള്ളിക്കുന്നത് പോലെ കിട്ടുന്ന കുറെ പച്ചവെള്ളവും കുറെ വൈക്കോലും ഇനി ഒരു കാലത്ത് കിട്ടാനിരിക്കുന്ന നേപ്പിയർ പുല്ലും. ഇപ്പൊ നേപ്പിയർ പുല്ലിന്റെ കാലമല്ല, ഇറ്റാലിയൻ പുല്ലിന്റെ കാലമാണ്. നിങ്ങൾ വീട്ടുമുറ്റത്തൊക്കെ അതാ വച്ചു പിടിപ്പിക്കുന്നത്. ഈ കഥ രസകരമാണ്. കണ്ടിട്ടില്ല, ഭാവനയുണ്ട്, കാണാം. പലപ്പോഴും ഇങ്ങനെയാണ്. കർമ്മരംഗം എന്നും ഇങ്ങനെയാണ്.
ഇപ്പൊ കർമ്മത്തില് അതിൻ്റെ ഹേതു കാമമാണ്. ഇച്ഛ, സങ്കല്പം, കാമം. എപ്പോൾ ഇച്ഛ ആവിർഭവിക്കുന്നുവോ, സങ്കല്പം ആവിർഭവിക്കുന്നുവോ, കാമം ആവിർഭവിക്കുന്നുവോ, ബോധം മറയുന്നു. ഇച്ഛയും കാമവും സങ്കല്പവും ബോധവും ഒരുമിച്ചിരിക്കുകയില്ല. ബോധത്തെ മറയ്ക്കാതെ ഒരു കാമവും സങ്കല്പവും ഉണ്ടാവില്ല. ബോധം ആനന്ദരൂപമായിരിക്കുന്ന ആനന്ദത്തെ മറയ്ക്കാതെ കർമ്മവുമില്ല. വന്നു ഭവിച്ച ഇച്ഛയും കാമവും കർമ്മമായി രൂപാന്തരപ്പെടുമ്പോൾ ജീവന്റെ ബോധത്തിൻ്റെ മേൽ ഏറ്റ അധ്യാസമെന്ന പാപമാണ് കർമ്മം കൊണ്ട് കഴുകിക്കളയുന്നത്. ഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട്. ഇതാണ് അന്തരംഗ സാധനയുടെ ശാസ്ത്രീയമായ വഴി. ഇതിനാണ് കർമ്മത്തിൻ്റെ സ്വരൂപം അറിയണം എന്ന് പറഞ്ഞത്. സ്വരൂപമെന്ന് പറയുമ്പോൾ ഇച്ഛയിൽ, കാമത്തിൽ, ഇച്ഛയിൽ, സങ്കല്പത്തിൽ, കാമത്തിൽ ആവിർഭവിച്ച് സ്ഥൂലമായ കർമ്മമായി ഗതീയതയിൽ ശരിക്ക് ചിന്തിച്ചാൽ അതിൻ്റെ സങ്കല്പജന്യങ്ങളായ ലോകങ്ങൾ ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ലോകം, ഇന്ദ്രിയജനിത വാസനയുടെ അനുബുദ്ധതയുണ്ടാക്കുന്ന ലോകം. ശാസ്ത്രപദങ്ങൾ ദഹിച്ചില്ലെങ്കിൽ പറയാം, ഉദാഹരണമാകാം. ദഹിച്ചു ഇല്ല. അടുക്കളയിൽ അമ്മയുണ്ടാക്കുന്ന ഒരാഹാരത്തെ, അതിന് കടുക് ഉറക്കുന്ന ഒരു ശബ്ദത്തെ ആണ് ഞാനിപ്പോൾ കാണുന്നത്. ആ കാണുന്ന വേളയിൽ സ്ഥൂലമായ എൻ്റെ അനുഭവം അമ്മയ്ക്കും എനിക്കും തുല്യമാണ്. അഗ്രി. അമ്മ നല്ല ആഹാരമായി എനിക്ക് പൊങ്കലുണ്ടാക്കി തരാൻ പോവുകയാണ്. കടുകും ജീരകവും ഒക്കെ പൊട്ടിച്ചു. അതിലേക്ക് നല്ലതുപോലെ വെന്ത ചോറ് കടുക് വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനുള്ള അച്ചാറുകൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല മറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഇത് കടുക് വറക്കാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലൊരു പൊങ്കലാണ് 4 ദിവസം ഛർദിയും വയറിളക്കവുമായി എന്നെ കെടുത്തിയതെങ്കിൽ എൻ്റെ ബ്രെയിനിൻ്റെ സിനാപ്സ് ആ കടുക് പൊട്ടുന്ന ശബ്ദവും പൊങ്കലിൻ്റെ മണവും വമിക്കുമ്പോൾ, ആ ഛർദിയുടെ വികാരം എന്നിലുണ്ടാക്കുമ്പോൾ, പൊങ്കലെടുത്തെറിയുന്നതിനേക്കാൾ ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കും, ചീത്ത വിളിക്കും. കാരണമറിയാതെ അമ്മ വിഷമിക്കും. വളരെ സ്നേഹത്തോടെ പൊങ്കലുണ്ടാക്കുന്നു എന്ന സ്ഥൂലാനുഭവത്തിൽ ഞാനും അമ്മയും ഒരുമിച്ചാണ്. മനസ്സിലായി? പൊങ്കലെന്ന എൻ്റെ ഇന്ദ്രിയജനിത അനുഭവം ഉൽപ്പന്നമാക്കുന്ന, എൻ്റെ ജനിതക സ്മൃതിയിലെ വാസനയുണ്ടാക്കുന്ന എൻ്റെ സൂക്ഷ്മ ശരീര താതാത്മ്യം അമ്മയ്ക്കന്യമാണ്. ഇവിടെയാണ് എല്ലാ ശാസ്ത്രങ്ങളും നിയമങ്ങളും കൂട്ടായ്മകളും താറുമാറാകുന്നത്. നിങ്ങളുടെ കൂട്ടായ്മകൾക്ക്, ഉപദേശങ്ങൾക്ക്
പ്രവചനങ്ങൾക്ക് ഇന്ദ്രിയജനിത അനുഭവത്തിൻ്റെ സ്ഥൂല ശരീര പരിധി വരെ മാത്രമേ സഞ്ചരിക്കാനാവൂ. അതുകൊണ്ട് ഈ പ്രക്രിയകളൊന്നും ആത്മസ്മൃതിയിലേക്ക് മർത്യനെ എത്തിക്കുകയില്ല. തുടരാം. അപ്പോൾ ഒരു ചെറിയത് എൻ്റെ മസ്തിഷ്കം അതിൻ്റെ സിനാപ്സുകളിൽ, സിനാപ്സ് എന്നാ പറയുക, ന്യൂറോണിൻ്റെ സിനാപ്സുകൾ ദശലക്ഷക്കണക്കിനായി ഒന്നും രണ്ടും ഒന്നുമല്ല. ഞാൻ ഇന്ന് കാണുന്ന ഒരു വസ്തുവിനെ വേറൊരാളും കാണുമ്പോൾ സ്ഥൂലമായ അനുഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാണെങ്കിലും ആ വസ്തുത എൻ്റെ ന്യൂറോണിലുണ്ടാക്കുന്ന ഭാവഭേദവും സിനാപ്സിലുണ്ടാക്കുന്ന ഭാവതലവും അത് എൻ്റെ കൈകാലുകളിലേക്ക് ആവഹിക്കുന്ന അറിവും എൻ്റെ പെരുമാറ്റ ചട്ടങ്ങളും ഒരിക്കലും സമാനങ്ങളല്ല. സമാനങ്ങളാകണമെങ്കിൽ എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഹാർഡ്വെയറുകളിൽ നിന്ന് ഒട്ടേറെ പൂർവാനുഭവത്തിൻ്റെ സ്മൃതികളെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണം. സാധാരണ പോലെ ഡിലീറ്റ് ചെയ്താൽ പോരാ. ഒരിടത്ത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഹിസ്റ്ററിയിൽ പോയി ചിലപ്പോൾ കിടക്കും. റൈറ്റ്, ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്ന് കമ്പ്യൂട്ടർ അറിയുന്നവർ ശ്രദ്ധിച്ചോണം. ചിലത് ഹിസ്റ്ററിയിൽ പോയി കിടക്കും, ചിലത് നമ്മുടെ പേഴ്സണൽ ഫയലുകളിൽ കിടക്കും. റൈറ്റ്, ഇവിടെ നിന്നൊക്കെ മാറ്റിയെന്ന് വിശ്വസിച്ച് സമാധാനിച്ചിരുന്നാൽ ഇവ കമ്പ്യൂട്ടറിൻ്റെ സ്മൃതിമണ്ഡലത്തിൻ്റെ അന്തർധാരയിൽ പോയി കിടക്കും, പുറത്തൊന്നും കാണാനില്ലാതെ. റൈറ്റ്, ഇവിടെ നിന്നെല്ലാം നാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു വടു അതിൻ്റെ ഹാർഡ്വെയറുകളിൽ തങ്ങി നിൽക്കും. ഹാർഡ്വെയർ ഉടച്ചു വാർക്കുന്നതുവരെ. നിങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്തതായാലും വൈദഗ്ധ്യമുള്ള ഒരുവൻ അതിനകത്തുനിന്നത് ചകഞ്ഞെടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ എന്നർത്ഥമില്ലാത്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്തിഷ്ക കമ്പ്യൂട്ടറിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല. ഇവിടെയാണ് നമുക്ക് പണി പഠിക്കേണ്ടി വരുന്നത്. ഇത്ര അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഇത് അറിഞ്ഞിട്ടാണ് ഋഷിമുനിമാർ തുടങ്ങിയത്. ഇതറിയാതെയാണ് ചെപ്പടി വിദ്യയുമായി നിർമ്മലാനന്ദഗിരിയും ഒക്കെ ഇറങ്ങുന്നത്. ദക്ഷിണ പിരിക്കാൻ കൊള്ളാം എന്നല്ലാതെ കളി നടക്കൂല. നിങ്ങൾ എന്തു പ്രതീക്ഷിച്ചു വന്നു? പണ്ട് യേശു ക്രിസ്തു ചോദിച്ചതുപോലെ കാറ്റത്താടുന്ന ഞാങ്ങണയോ? പണ്ട് കേസറിയയിൽ വെച്ച് ക്രൈസ്റ്റ് അവിടെ വന്ന അനുവാചകരോട് ചോദിച്ച ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുത സമസ്യകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാനവ മസ്തിഷ്കത്തിൻ്റെ ഈ അന്തസ്ഥിത ഭാവങ്ങളെ ഒരു നോക്കൊന്ന് കണ്ട് അതിൻ്റെ സൃഷ്ടി വൈചിത്ര്യം അറിഞ്ഞ് കഴിഞ്ഞു വേണം നീങ്ങാൻ. അൻപതോ 100 ജന്മങ്ങൾക്കപ്പുറം
5000 60,000 ജന്മാന്തരങ്ങൾക്ക് മുമ്പ് എവിടെയോ കണ്ടതും എവിടെയോ പരിചയപ്പെട്ടതുമായ ഒരു കാര്യത്തെയോ വസ്തുവിനെയോ ഒരു ആശയത്തെയോ ഒരു ആദർശത്തെയോ സ്മൃതിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ചെറിയ ഇലയുടെ ഇളക്കം എൻ്റെ കണ്ണുകളിൽ പെട്ടാൽ മതിയെങ്കിൽ, ഒരു പുൽക്കണത്തിൽ ഇരിക്കുന്ന മഞ്ഞുതുള്ളി മതിയെങ്കിൽ, ഞാൻ കാണുന്നതും ഞാൻ അനുഭവിക്കുന്നതും തമ്മിലുള്ള അന്തരം, ഞാൻ കാണുന്നതും ഞാൻ എത്തിച്ചേരുന്നതും തമ്മിലുള്ള അന്തരം, ഞാൻ കേട്ടതും കണ്ടതും സ്പർശിച്ചതും ദർശിച്ചതുമായ വസ്തുക്കളിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന വിഭൂതികളുടെ ലോകം എത്ര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് മാനവ പുരോഗതികളെ മുഴുവൻ ഈ ഒരു അന്തരാളത്തിൽ നിന്ന് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ശുദ്ധമേ മായാവൃതം എന്ന് പറയാൻ കഴിയുക. ഒരു കനത്ത നിശബ്ദത അതെന്നെ ചെറുതായിട്ട് പേടിപ്പിക്കുന്നു. നമ്മുടെ അകാരണമായ കോപം, കാരണമില്ലാതെയുള്ള നമ്മുടെ പരുഷവചനങ്ങൾ, കാരണമിനിയും നമുക്ക് തന്നെ തിരിയാത്ത നമ്മുടെ അംഗചലനങ്ങൾ, നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനാവാത്ത വിധം സങ്കീർണമായ നമ്മുടെ രോഗങ്ങൾ, അസാധാരണമായ ഉന്മേഷം, അനിതരസാധാരണമായ ആലസ്യം, കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലുമൊക്കെ ഒരു പ്രതീക്ഷയുമില്ലാതെ നമുക്ക് വന്നുപോകുന്ന മങ്ങലും തെളിമയും, എല്ലാം നമ്മുടെ സ്മൃതിമണ്ഡലത്തിൻ്റെ അന്തർധാരകളിൽ ഒന്നിൽ നിന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന വസ്തുക്കളിൽ നിന്ന് പരതിച്ചെന്ന നമ്മിലെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവൻ കണ്ടെടുത്ത് നമ്മുടെ മുമ്പിൽ നിരത്തി ഭയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വ്യത്യസ്ത ഭാവങ്ങളെ, ആ പ്രാചീനങ്ങളായ അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ച് വരുത്തി അവയ്ക്ക് കാരണമല്ലാത്ത ഇന്നത്തെ അവസ്ഥയിലെ ഇന്നത്തെ വസ്തുവിന് മുമ്പിൽ ആ ഭാവങ്ങൾ മാറി മാറി കളിക്കുമ്പോൾ ഏത് ശാസ്ത്രജ്ഞനും അത്ഭുതപ്പെട്ടു പോകുന്ന ന്യൂറോണുകളുടെ ലോകം, സിനാപ്സുകളുടെ ലോകം, മസ്തിഷ്ക പര്യങ്കാധര ദേശത്തിൻ്റെ അതിസങ്കീർണ പ്രവാഹങ്ങളുടെ ലോകം, ഇവയൊന്നും കണക്കിലെടുക്കാതെ ഒന്ന് പത്മാസനത്തിലിരുന്നാൽ, ഒന്ന് വജ്രാസനത്തിലിരുന്നാൽ, 4 പ്രാവശ്യം ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിലൂടെ ചീറ്റിയാൽ ഈ ലോകമൊക്കെ ശാന്തമാകുമെന്നും ഈ പ്രപഞ്ചമാകെ നമ്മുടെ കാൽക്കീഴിൽ അമരുമെന്നും വിഭൂതികളുടെ ലോകങ്ങളിലേക്ക് നാം ഉടനെ എടുത്തെറിയപ്പെടും എന്നുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കത്തക്ക വിധത്തിൽ നാം മണ്ടന്മാരായി തീർന്നിട്ടുണ്ടെങ്കിൽ സഞ്ചരിച്ചു നോക്കാം. കിടക്കുന്നതുവരെ സുഖമായിരുന്ന് രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏതോ ഒരു പക്ഷിയുടെ കൂവൽ അകത്തെ
ഓർമ്മകളിലേക്ക് ഭയത്തിൻ്റെ ശങ്കകളെ കൊണ്ടെത്തിച്ച് കാരണമറിയാതെ ഭയപ്പെട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഒരു ശബ്ദത്തിന് എത്ര പൂർവജന്മങ്ങളെ മറികടന്ന് ചെന്ന് അതിൻ്റെ ഇടയിൽ നിന്നൊരു അന്തരാള ഘട്ടത്തെ തപ്പിയെടുത്ത് നമ്മെ ഭയചകിതരാക്കാൻ കഴിയുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, അത് തിരിച്ചറിയാതുണ്ടായ ആലസ്യത്തിനും രോഗത്തിനും കാര്യകാരണ പടലങ്ങൾ അപഗ്രഥിക്കാൻ കഴിയാതെ അതിൻ്റെ തത്വചിന്തയെ ഉൾക്കൊള്ളാതെ തത്വചിന്തയില്ലാത്ത ഏതോ കെമിക്കലുകൾ ഔഷധരൂപേണ തന്ന് സമാധാനിപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ശാസ്ത്രങ്ങളും അതിൻ്റെ ഊടും പാവും അഴിച്ചു നോക്കുവാനുള്ള അന്തർദൃഷ്ടികളൊന്നും രൂപപ്പെടുത്താത്ത വിഷഗ്വര പ്രമാണിമാരും അവയെക്കുറിച്ചൊരു യാതൊരു ബോധവും ജനിക്കാത്ത ശാസ്ത്രജ്ഞാനമുള്ള ജനതതിയും എല്ലാം നിലകൊള്ളുന്ന ലോകത്ത് എല്ലാം ഒരു കച്ചവടത്തിന് മാത്രം ഉതകുന്നതിനപ്പുറം സത്യതയ്ക്ക് പ്രസക്തിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും വ്യാമോഹത്തിലാണ്. ശരിയല്ല. നല്ലൊരു ആലോചിച്ച് നോക്ക്. മാനവന്റെ പ്രകൃതിയെ തിരിച്ചറിഞ്ഞാൽ അതിസങ്കീർണമാണിത്. $100,000 ബില്യൺ കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലേ എൻ്റെയും നിങ്ങളുടെയും മസ്തിഷ്കം പോലൊന്നിനകത്തെ കണക്ഷനുകൾ മാത്രം ചെയ്തു വെക്കാൻ പറ്റൂ. പ്രാചീനൻ്റെയും ആധുനികൻ്റെയും കണക്കിവിടെ ഒന്നാണ്. $60,000 ട്രില്യൺ വ്യത്യസ്ത കണക്ഷനുകളാണ് ഇതിനകത്തുള്ളത്. ഒരു ശബ്ദമോ ഒരു സ്പർശമോ ഒരു രൂപമോ ഒക്കെ ഒരു നിമിഷാർത്ഥം കൊണ്ട് തൻ്റെ പുറകിൽ തന്നെ തൊട്ടുരുമ്മി നിൽക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്പർശത്തിൽ നിന്ന് മുമ്പിൽ നിൽക്കുന്നയാൾ സ്പർശിക്കുന്നവന് ആ സ്പർശനം ഏതോ പൂർവജന്മ സ്മൃതികളെ ഉണർത്തി സുഖത്തിൻ്റെ ലോകങ്ങളിലേക്കാണ് ആ സ്പർശനം കൊണ്ടുപോകുന്നതെന്ന് ധരിച്ച് പതുക്കെ സ്പർശിച്ച് കയറുമ്പോൾ തന്നെ സ്പർശിക്കുന്നത് ഏതോ ഭീകരതയാണെന്ന സ്വപ്നം സ്പർശനം അനുഭവിക്കുന്നയാളിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ സ്പർശിക്കുന്നവൻ്റെ കൈത്തലങ്ങളിലേക്ക്, സ്പർശിക്കുന്നവൻ്റെ ശരീരഭാഗങ്ങളിലേക്ക് തൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസ് പതുക്കെ വെച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായില്ല. അടുത്ത സ്റ്റോപ്പിൽ സ്പർശിച്ചവൻ ഇറങ്ങിപ്പോകുമ്പോൾ കണ്ടിട്ടില്ല. ഒരു ബസ്സിൽ ഒരാളിങ്ങനെ സൈഡിലിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുട്ടി സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ആഞ്ഞിടയ്ക്കിടയ്ക്ക് സ്പർശിച്ചു വരികയാണ്. അപ്പോൾ ഈയുടെ സ്പർശനവും കുട്ടിയുടെ പ്രതികരണവും ഈ കാണുന്നയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എല്ലാം ഇങ്ങനെ കാണാൻ നോക്കുന്നയാളാണ്. അവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഈ ലോകത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പലതും ന്യൂറോണിൻ്റെ തലങ്ങളിൽ പഠിച്ചു നോക്കുമ്പോൾ അത്ഭുതകരങ്ങളായ കാഴ്ചകൾ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ആട്ടത്തിലും സ്പർശനത്തിൻ്റെ സുഖം അനുഭവിക്കുമ്പോഴാണ് ഈ കുട്ടി മെല്ലെ ആ സ്പർശനം ദുഃഖമായി അതിൻ്റെ ന്യൂറോണിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഉടനെ
ആ കുട്ടി കോമ്പസ് വെച്ച് കൊടുത്തു. ഇയാൾ അടുത്ത സ്റ്റോപ്പിലിറങ്ങി. അടുത്ത സ്റ്റോപ്പിൽ ഇനി അടുത്ത വണ്ടിക്ക് വരാൻ വെച്ചു. ടിക്കറ്റ് എടുത്തതൊന്നും അടുത്ത സ്റ്റോപ്പിലേക്കല്ല, അതൊക്കെ മറ്റേ ആൾ കണ്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പിലിറങ്ങി. പക്ഷെ കണ്ടയാൾ കുട്ടിയോട് പതുക്കെ പറഞ്ഞു, വെൽ ഡൺ. ചുമ്മാ അറിയാനായിട്ടൊന്ന് പറഞ്ഞു, വെൽ ഡൺ. അടുത്ത സ്റ്റോപ്പിൽ കുട്ടി ഇറങ്ങി. മറ്റൊരാൾ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഇയാൾക്ക് കോമ്പസ് വെച്ചതുപോലെ ആയിരിക്കുമോ എല്ലാവരോടും പെരുമാറുന്നത്?